കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ മിസ്സിംഗ് ആണ്. മക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വീടിൻ്റെ അകം ഈ സമാധാനപൂരിതമാക്കുന്നത് ഒരാളുടെ മനസ്സിലുള്ള ആശയത്തെ മറ്റൊരാളുമായിട്ട് സംവദിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന വിഷയമാണ് കമ്മ്യൂണിക്കേഷൻ. തുടങ്ങുന്നത് തന്നെ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നോക്കിയാൽ കാണാം. ഒരിക്കൽ റസൂല് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ? നിങ്ങൾക്കിടയിൽ ആ ഒരു കാര്യം നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ, കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. ആ ഒറ്റമൂലിയായി പരിചയപ്പെടുത്തിയത് സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സലാം പറയുക എന്നുള്ളത് ഒരു കമ്മ്യൂണിക്കേഷനാണല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നമ്മളോട് തിരിച്ചു പറയാൻ പറഞ്ഞ വ അലൈക്കും അസ്സലാം എന്നല്ല, വ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോൾ അഭിസംബോധനം ചെയ്യുക എന്നുള്ളത് സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അത് കമ്മ്യൂണിക്കേഷനാണ്. ഇന്ന് ആ കമ്മ്യൂണിക്കേഷൻ്റെ ആ തലങ്ങൾ വളരെ പരിമിതപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മെസ്സേജുകൾ. നമ്മളൊക്കെ ആളുകൾ സംസാരിക്കുന്നതിന് ബദലൊക്കെ സെൻഡ് ദി മെസ്സേജ്, SMS സംവിധാനങ്ങൾ, എല്ലാം വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാണ്. ഇന്ന് മോജുകളാണ് കുറേ ഉള്ളത്. കുട്ടികളൊക്കെ, നമുക്കൊക്കെ അത് ഗ്രാഹ്യമല്ല. പല മോജുകളും യഥാർത്ഥത്തിൽ വാട്ട് ഇറ്റ് ഈസ് എന്നുള്ളത് നമുക്ക് പോലും അറിയില്ല. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അത്തരം മോജുകൾ വളരെ കൃത്യമായിട്ട് അറിയാം, അനലൈസ് ചെയ്യാൻ അറിയാം, സിമ്പിൾസ് അറിയാം. അപ്പോൾ ഒക്കെ ഷോർട്ട് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ പരിമിതപ്പെട്ടു. 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ഒരാശയം വ്യക്തമാക്കാനാണ് ആളുകൾ ധൃതിപ്പെടുന്നത്. അതിനുപോലും ആളുകൾക്ക് സമയമല്ല. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഈ ബന്ധങ്ങളാണെങ്കിലും വീടിനെയാണെങ്കിലും യഥാർത്ഥത്തിൽ നരകതുല്യമാക്കിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും.